അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹു പറയുന്നു, വദ്കുറൂനി അസ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കുവിൻ, ഞാൻ നിങ്ങളെ ഓർക്കും. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാകുന്നു. നമസ്കാരം ഒരു തരത്തിൽ ഒരു ദിക്റാകുന്നു. അഖിമിസ്സലാത്ത ലിദിക്രി, നമസ്കരിക്കണം നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും ദിക്റാകുന്നു. പക്ഷേ നമസ്കരിച്ചു കഴിഞ്ഞാൽ വൈദാ ഖുളിയത്തിസ് സ്വലാത്ത ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറ. ധാരാളം അള്ളാഹുവിനെ സ്മരിക്കണം. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാ യറുദ്ദുല്ലാഹു ദുആഹും, അവരുടെ പ്രാർത്ഥന പടച്ച തമ്പുരാൻ തള്ളിക്കളയുകയില്ല എന്നാണ് പറഞ്ഞത്. ദിക്ർ ചെയ്താൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരും. ദിക്ർ കൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട്. നമ്മളെ പിശാചിൽ നിന്ന് പടച്ച തമ്പുരാൻ സംരക്ഷിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പ്രതിഫലാർഹമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ സ്വീകരിക്കും. നമുക്ക് ഒരിക്കലും തിന്മകളിലേക്ക് കടന്നു കയറി പോകാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയം എപ്പോഴും വിശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കും, വിശ്വാസം കൊണ്ട് തെളിഞ്ഞിരിക്കും, വിശ്വാസം കൊണ്ട് വിളങ്ങിയിരിക്കും. നാം മനസ്സിലാക്കേണ്ടതാകുന്നു, പല ആളുകളും ദിക്ർ എന്ന് വിചാരിച്ചാൽ അത് പ്രത്യേകമായ ചുറ്റുവട്ടങ്ങളിൽ വട്ടം വളഞ്ഞിരുന്നു കൊണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് ചെല്ലിയേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതല്ലെങ്കിൽ ജപമാലകളോ മറ്റെന്തെങ്കിലും എണ്ണം പിടിക്കുന്ന കാര്യങ്ങളോ വെച്ചുകൊണ്ടും ദിക്ർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരങ്ങൾക്ക് ശേഷം 33 എന്ന നിലയിലും അതുപോലെ തന്നെ പ്രഭാതപ്രദോഷ പ്രാർത്ഥനകളിൽ 10, 100 എന്ന നിലയിലുമുള്ള എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് എന്നതല്ലാതെ അല്ലാത്ത സമയത്തൊക്കെ തന്നെ വദ്കുറുല്ലാഹ കസീറ, ധാരാളം പടച്ച തമ്പുരാനെ ഓർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ദിക്ർ എപ്പോഴും ധാരാളമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യും കണക്കുമില്ലാതെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നാം എല്ലാവരും അള്ളാഹുവിന് ദിക്ർ ചെയ്യുമ്പോഴും കയ്യും കണക്കുമില്ലാത്ത വിധത്തിൽ ധാരാളമായിക്കൊണ്ട് ദിക്ർ ചെയ്യണം. ആ ദിക്ർ നമ്മുടെ മനസ്സിൽ നിന്നുള്ളതായിരിക്കണം. അത് പ്രത്യേകം ആളെ കാണിക്കുന്നതിനോ പ്രത്യേകം കേൾപ്പിക്കുന്നതിനോ ആകരുത്. അതെപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ള ദിക്റിൻ്റെയും ശുക്റിൻ്റെയും വചനങ്ങളായിരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിത്യാദി വചനങ്ങളെ കൊണ്ട് നാം ദിക്ർ ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ഒരു സദസ്സിലിരുന്നു കൊണ്ട് ദിക്ർ ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലൊരു സദസ്സിലിരുന്നു കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംബന്ധിച്ച് ഓർക്കും, പറയും, പുകഴ്ത്തും എന്നാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നാം മനസ്സിലാക്കണം, നാം എപ്പോഴും നമ്മുടെ ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് നിറയ്ക്കണം. എന്നിട്ട് നാം കൺകുളിർക്കെ പടച്ച തമ്പുരാനെ മനസ്സിൽ ധ്യാനിക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത ആളായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനും ശുക്ർ ചെയ്യുന്നതിനും നല്ല ഇബാദത്ത് ചെയ്യുന്നതിനുമുള്ള മഹാഭാഗ്യം നൽകുന്ന, അനുഗ്രഹിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.